ലോറിയുടമ മനാഫിനെതിരായി നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഉയർന്ന സൈബർ അധിക്ഷേപങ്ങൾക്ക് എതിരെ അർജുന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി. അർജുന്റെ ഭാര്യ അടക്കമുള്ളവർ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത്. അതിനിടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മനാഫ് രംഗത്തെത്തി. ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞ മനാഫ് അർജുന്റെ കുടുംബത്തിന് വിഷമമായെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായും വ്യക്തമാക്കി. അർജുന്റെ കുടുംബം തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും അവരെ അധിക്ഷേപിക്കരുതെന്നും മനാഫ് ആവശ്യപ്പെട്ടു. മനാഫിനെതിരായ വാർത്താ സമ്മേളനത്തിനു പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് അർജുന്റെ കുടുംബത്തിന് നേരെ നടക്കുന്നത്. പല കമന്റുകളും പരിധിവിട്ട വർഗീയ അധിക്ഷേപങ്ങളിലാണ് അവസാനിക്കുന്നതെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ, സഹോദരി അഞ്ജു, സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവർ കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത്. ലോറിയുടമ മനാഫ് തങ്ങളുടെ കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യുകയാണെന്നാണ് അർജുന്റെ കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത്. യൂട്യൂബ് ചാനൽ തുടങ്ങി റീച്ച് കൂട്ടാനായിരുന്നു മനാഫിന്റെ ശ്രമം. അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്താൻ മനാഫ് ശ്രമിച്ചെന്നും കുടുംബം കുറ്റപ്പെടുത്തിയിരുന്നു. അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് മനാഫും കുടുംബവും വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകി. പ്രശ്നങ്ങളിൽ വൈകാരികമായി ഇടപെടുന്നതാണ് തന്റെ സ്വഭാവം. ഇക്കാര്യം അർജുന്റെ കുടുംബത്തിന് വിഷമമായെങ്കിൽ മാപ്പ് പറയുന്നു. സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കിയല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. തെരച്ചിലിന്റെ വിവരം ജനങ്ങളെ അറിയിക്കുകയായിരുന്നു ലക്ഷ്യം. പേജിൽ നിന്നും അർജുന്റെ ചിത്രം നീക്കിയിട്ടുണ്ട്. അർജുന്റെ പേരിൽ ഒരാളിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടില്ല. വാഗ്ദാനം ചെയ്ത പണം അർജുന്റെ മകന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിനായി അക്കൗണ്ട് നമ്പർ ആവശ്യപ്പെട്ടത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും മനാഫ് പറയുന്നു. തന്റെ ലോറിക്ക് അർജുന്റെ പേര് നൽകാനുള്ള തീരുമാനം പിൻവലിച്ചതായും മനാഫ് വ്യക്തമാക്കി. ഇതിലൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു PR വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല. ആരെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെയാണ് മനാഫ്. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് ചോദിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത്. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ലോറിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് കുടുംബമുയർത്തിയ വിമർശനങ്ങൾക്ക് RC ഉടമ മുബീനും മറുപടി നൽകി. ഈ വാഹനത്തിൻ്റെ RC എൻ്റെ പേരിലാണ് ഉള്ളത്. അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു. അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ വാഹനം എൻ്റെതും ജ്യേഷ്ഠൻ്റെതും കൂടിയാണ് ഈ വാഹനം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ഞങ്ങൾ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. വിഷയത്തിൽ പരസ്പരം വിഴുപ്പലയ്ക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതിനാൽ ഇനി പ്രതികരണങ്ങൾ ഉണ്ടാകില്ലെന്നും മനാഫ് പറയുന്നു. ഇന്ത്യ കണ്ട ചരിത്രമാണ് നമ്മൾ ഈ ദൗത്യം ഇതുപോലെ ലോകത്ത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ദൗത്യം എന്താ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് എന്താവരുത്. ഇതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെടരുത്. കാരണം ഇതിൻ്റെ കൂടെ മൊത്തം ഇന്ത്യ തന്നെ നിന്നതായിട്ട് എനിക്ക് തോന്നിയത്. ആ ഒരു ഇത്രയും ചരിത്രപരമായ ഒരു ദൗത്യത്തിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവൻ്റെ ചിത അടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാവരുത്. ദയവ് ചെയ്തിട്ട് ഇതോടുകൂടി നമുക്ക് തീരണം. ന്യൂസ് 18 കോഴിക്കോട്.